+1 കമ്പ്യൂട്ടർ സയൻസ് ഏഴാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏഴാമത്തെ ചാപ്റ്റർ പുതിയ പുസ്തകമായി വോള്യൂം 2. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ വോള്യൂം 2ഉം ഇതിൽ കൂടെ തന്നെ എടുക്കേണ്ടി വരുന്നു. നമുക്ക് പരീക്ഷയ്ക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഫോക്കസ് പോയിന്റ് മാത്രം നോക്കിയിട്ട് പഠിക്കാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. പക്ഷേ എന്താണ് ഫോക്കസ് പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമായി മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻസൈഡ് ഔട്ട് പരിചയപ്പെടണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇൻ ഡീറ്റെയിൽ ആണ് നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററും കാണാൻ പോകുന്നത്. ചാപ്റ്റർ 7 ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 4ാമത്തെ ചാപ്റ്റർ നമ്മൾ വളരെ സമയം എടുത്തിട്ടാണ് പഠിച്ചത്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്ററും ഇരിക്കുന്നത്. 5ഉം 6ഉം 7ഉം ഒക്കെ മനസ്സിലാവണമെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ ക്ലിയർ ആയി മനസ്സിലായിണ്ടാവണം. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫ്ലോ ചാർട്ട് അൽഗോരിതം ഒക്കെ പഠിച്ചപ്പോൾ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല ഇതേവരെ. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ C++ന്റെ ബേസിക്സ് കണ്ടു. 6ാമത്തെ ചാപ്റ്ററിൽ C++ന്റെ കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടു. പലതരം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പരിചയപ്പെട്ടു. C++ൽ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ പലതരം സ്റ്റേറ്റ്മെന്റ്സ് കണ്ടു. ഒറ്റ തരം സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് വെച്ചത്. ഏതാ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. അത് മാത്രമാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഇറ്ററേഷൻസ്, റിപ്പീറ്റേഷൻസ്, ലൂപ്പ്, പിന്നെ ബ്രാഞ്ചിങ്, കണ്ടീഷൻ വെച്ചിട്ട് ഡിസിഷൻ എടുത്തിട്ട് ബ്രാഞ്ച് ചെയ്യും. ഇങ്ങനെ കൺട്രോള് നോർമൽ ഫ്ലോ, നമ്മൾ ഇതേവരെ ചെയ്ത പ്രോഗ്രാംസിലൊക്കെ നോർമൽ ഫ്ലോ ആയിരുന്നു. തുടങ്ങും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്യും, സ്റ്റോപ്പിൽ വന്ന് അവസാനിക്കും. അല്ലെങ്കിൽ മെയിൻ്റെ ഉള്ളില് ഡിക്ലറേഷൻ തൊട്ട് തുടങ്ങും, ഇൻപുട്ട് വാങ്ങും, പിന്നെ പ്രോസസ് ചെയ്യും, പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ്, റിട്ടേൺ, അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചെറുവക പ്രോഗ്രാംസ് ഒക്കെ എഴുതാവുന്ന രീതിക്ക് നമ്മൾ വളർന്നു കേട്ടോ. ഇനിയാണ് അപ്പൊ നമ്മൾ എന്ത് കാണാൻ പോണത്? ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ലൂപ്പിംഗ്. ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡിസിഷനെ ബേസ് ചെയ്തിട്ട് ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക, വേറൊരു സെക്ഷൻ ഡിസ്കാർഡ് ചെയ്യുക, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ചാപ്റ്ററിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് വിശദമായി പരിചയപ്പെടും. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതായാലും ശരി, അത് ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറ്ററേറ്റീവ് റിപ്പീറ്റ് ചെയ്യുന്ന തരം ആയിക്കോട്ടെ, ഏതായാലും ഒരു കണ്ടീഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡയമണ്ട് 4ാമത്തെ ചാപ്റ്ററിൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ അൽഗോരിതം ഫ്ലോ ചാർട്ടിന്റെ ചാപ്റ്ററിലെ ആ ഭാഗങ്ങൾ ശരിക്കും ഒന്ന് റിവൈസ് ചെയ്യുക. കാരണം ലോജിക്ക് മുഴുവൻ പറഞ്ഞാൽ ഇവിടെ പണി ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് വിശദമായി അത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഈ ചാപ്റ്ററിലേക്ക്. 7ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ പോയിന്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരേപോലെ എല്ലാ സ്റ്റെപ്പും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പ്രോഗ്രാമിന്റെ ലോജിക്കിനനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ ചില കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ചില സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് സെലക്ട് ചെയ്യേണ്ടി വരും, വേറെ ചിലത് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ചില കണ്ടീഷൻസ് ഒക്കെ കമ്പ്യൂട്ടറിന് കൊടുക്കേണ്ടി വരും. ആ കണ്ടീഷനെ ബേസ് ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കുക. C++ല് ഇങ്ങനെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് സെലക്ട് ചെയ്യുക, വേറൊരു സെറ്റിനെ ഒഴിവാക്കുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് വിളിക്കുക കേട്ടല്ലോ. C++ല് അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇഫ് എൽസ്, ഈ 2 കീവേഡുകളാണ് കേട്ടല്ലോ. ഇഫും എൽസും ഉപയോഗിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പോണത് എന്ന് മനസ്സിലാക്കുക. ഇഫ് എൽസ് കൂടാതെ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഡിസിഷൻ മേക്കിംഗ് കൂടി നമ്മൾ ഇപ്പൊ കാണും. അപ്പോൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആയ ഇഫും സ്വിച്ചും കാണുന്ന കൂട്ടത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഫിന്റെ എല്ലാ കോമ്പിനേഷൻസും കാണും കേട്ടോ. അപ്പൊ അതിലാദ്യം സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുക. C++ൽ നമ്മൾ ഈ കണ്ടീഷൻസ് പറയാൻ നേരത്ത് മുമ്പ് പഠിച്ചാണ് റിലേഷണൽ ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ കണ്ടീഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കും. ഈ
കണ്ടീഷൻ വെച്ചുള്ള ഓപ്പറേഷൻസിനെ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻസ് എന്നും പറയാറുണ്ട്. കാരണം കണ്ടീഷന്റെ റിസൾട്ടും ബേസ് ചെയ്തിട്ടാണല്ലോ, ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്താണ് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളിരിക്കണം. അത് കാരണം അതിനെ അങ്ങനെയും വിളിക്കാറുണ്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻസ് എന്നും വിളിക്കാറുണ്ട്. സാധാരണ കാണുന്ന ജനറൽ സിൻടാക്സ്, ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ജനറൽ സിൻടാക്സ് ഈ കാണുന്ന പോലെയാണ്. എങ്ങനെ? ഇഫ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ ബ്ലോക്ക് ഓഫ് ഇഫ്. കണ്ടില്ലേ? അപ്പൊ ഇതില് ആ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഉണ്ടല്ലോ, അതെപ്പം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ഇഫിന്റെ കൂടെ എഴുതിയിട്ടുള്ള ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ എന്ന് കിട്ടുകയാണെങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുള്ളൂ. ഏതാ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്? ആ കേളി ബ്രേസസ് പയറിന്റെ ഉള്ളിലിരിക്കുന്ന ഭാഗമാണ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണോ ആ ബ്ലോക്ക് വർക്ക് ചെയ്യും. മനസ്സിലായോ? കണ്ടീഷൻ ട്രൂ അല്ലേ, ആ ബ്ലോക്ക് സ്കിപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. ബാക്കി നോർമൽ ഫ്ലോ ആണ്. അപ്പൊ കണ്ടീഷൻ ട്രൂ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോൺ സീറോ റിസൾട്ട് കിട്ടണം, അതാണ് ട്രൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണേ. ഈ ഇഫ് കണ്ടീഷൻ ഇത് നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ചപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇഫിനെ നമ്മൾ ഫ്ലോ ചാർട്ട് രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന പോലെ ഇരിക്കും. ഇഫ് നമ്മളിങ്ങനെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ കാണുമ്പോൾ പ്രത്യേക ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡയമണ്ട് ഡിസിഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് ഇഫ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നേരെ ഫോൾസിന്റെ ഭാഗത്തൂടെ വന്നിട്ട് താഴെ ജോയിൻ ചെയ്യും. ബ്ലോക്ക് ഓഫ് ഇഫ് വർക്ക് ചെയ്യില്ല, അതിന്റെ താഴെയുള്ള ഭാഗത്തേക്ക് വർക്ക് ചെയ്യും എന്നാണ് ആ പടത്തിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇഫ് കൺസ്ട്രക്ട് അങ്ങനെയാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഇഫിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിന്റെ താഴെയുള്ള ബ്ലോക്ക് അതേപോലെ വർക്ക് ചെയ്യും. ഇഫ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കണ്ടീഷൻ പാരന്തസിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം നിർബന്ധമാണ്. കണ്ടീഷൻ പാരന്തൈസസ്ഡ് ആയിരിക്കും, നിർബന്ധമാണ്. അത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇടണം, കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇഫ് എന്ന് കഴിഞ്ഞാൽ പാരന്തസിസ് നിർബന്ധമാണ്. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് പാരന്തസിന്റെ ഉള്ളിൽ എഴുതാൻ പോകുന്ന സംഭവം, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ആവാം. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽസ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ്, ഈക്വൽസ്, നോട്ട് ഈക്വൽസ്, അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആവാം. ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി എന്നൊക്കെ പറഞ്ഞ പോലെ. ഇനി ചിലപ്പോൾ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റും വരാം. എങ്ങനെ? ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് ഓർ ഒക്കെ ഇട്ടിട്ട് 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ റിസൾട്ട് എടുത്ത് കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ട്, അതും ആവാം. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷനിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. പിന്നെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ എന്ന് കിട്ടിയാൽ, ഇപ്പൊ നമ്മൾ സിൻടാക്സിലും ജനറൽ ഫോമിലൊക്കെ കണ്ടപ്പോൾ കേളി ബ്രേസസിന്റെ ഒരു പെയർ ഇട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ച് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് ഇനി പറയുന്ന എല്ലാ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനും ബാധകമാണ്. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേളി ബ്രേസസിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു വിചാരിച്ചോ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യാനുള്ളൂ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ കേളി ബ്രേസസ് നിർബന്ധമല്ല. അപ്പൊ കണ്ടീഷൻ വാല്യുവേറ്റ് ചെയ്ത് ശരിയാണെങ്കിൽ ആ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് നേരെ ഇങ്ങോട്ട് വർക്ക് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടീഷനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ അത് മുഴുവൻ നമ്മളിങ്ങനെ കേളി ബ്രേസസ് പെയറിന്റെ ഉള്ളിലിടണം. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഈ കണ്ടീഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട രീതിയിലാണെങ്കിൽ, ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് വേണമെങ്കിൽ കേളി ബ്രേസസിന്റെ ഉള്ളിലിടണം. അല്ലാത്ത കേസിൽ കേളി ബ്രേസസ് നിർബന്ധമല്ല. മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. പലരും ഇഫ് വെച്ച് പ്രോഗ്രാം എഴുതുമ്പോൾ കേളി ബ്രേസസ് ഇടാൻ മറക്കും. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് 2-3 വരി വർക്ക് ചെയ്യുന്നതാണ്. കണ്ടീഷൻ ശരിയാണോ ഒറ്റ വരി വർക്ക് ചെയ്യൂ. ഒന്നിൽ കൂടുതൽ വരികൾ ഒരുമിച്ച് കണ്ടീഷൻ ശരിയാണെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ മുഴുവൻ കേളി ബ്രേസസിന്റെ ഉള്ളിൽ ഇട്ടിരിക്കണം. അപ്പൊ മനസ്സിലായി കേട്ടല്ലോ. ഇഫിന്റെ യൂസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ എക്സാമ്പിൾ എന്ന് മനസ്സിലാക്കി തരാം. ഇപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ മാർക്ക്, പ്രാക്ടിക്കലുള്ള പരീക്ഷകൾക്ക് തിയറിക്ക് വേണ്ട മാർക്ക് 60-ൽ 18 പാസ്സാവാൻ. 18 അതിന് മുകളിലോ കിട്ടിയ പാസ്സാവും. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാം എന്തിനാന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ മാർക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്ത മാർക്കിന് 18 അതിന് മുകളിലുണ്ടെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്നുള്ള ഒരു മെസ്സേജ്. 18 താഴെയാണെങ്കിലോ ഒന്നും മിണ്ടണ്ട. 18 അതിന് മുകളിലുണ്ടെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് മെസ്സേജ് ഇടണം, അല്ലെങ്കിൽ ഒന്നും പറയണ്ടാവും കേട്ടോ. അതിനുള്ള പ്രോഗ്രാം എഴുതുമ്പോൾ ഈ കാണുന്ന പോലെ. ഇപ്പോ പ്രോഗ്രാം എഴുതി ശീലമായി കഴിയുമ്പോൾ ആദ്യത്തെ 4 വരി ബൈഹാർട്ട് ആവുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ അതിന്റെ താഴേക്കുള്ള 2 വരിയും കൂടിയും കിട്ടി തുടങ്ങേണ്ട സമയമായി. എന്താ? അപ്പൊ ആദ്യത്തെ 4 വരി ഹാഷിങ്ങിലൂടെ യൂസിങ് നെയിം സ്പേസ് ഇൻറ്റ് മെയിൻ കേളി ബ്രേസ് തുറന്നു. അത് കഴിഞ്ഞാൽ
പിന്നെ വേണ്ടത് സ്കോർ റീഡ് ചെയ്തിട്ട് വേണം സ്കോർ 18ന് മുകളിലാണോ അല്ലെങ്കിൽ 18ന് തുല്യമാണോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ റീഡ് ചെയ്യണം എന്ന സ്റ്റേറ്റ്മെന്റ് വേണം എന്ന ബോധം നമ്മുടെ തലയിൽ ഉദിച്ചു തുടങ്ങണം. മാത്രമല്ല റീഡ് ചെയ്യാന്ന് പറഞ്ഞ ഉടനെ CO സീൻ 2 സ്റ്റെപ്പുകൾ പെയർ ആയിട്ട് ഉണ്ടാവും എന്ന ബോധം കൂടി നമ്മുടെ തലയിൽ വരണം. കാരണം പ്രോഗ്രാമിങ്ങിൽ ഇൻപുട്ട് സെക്ഷൻ, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്, അതിൽ ഇൻപുട്ട് സെക്ഷനിൽ എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റിയ തന്നെ പകുതി പ്രശ്നം തീർന്നു. അപ്പൊ ഇവിടെ സ്കോർ ആണ് ഇൻപുട്ട്. അപ്പൊ നമ്മൾ ആദ്യം എൻ്റർ യുവർ സ്കോർ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കണം. എന്നിട്ട് വേണം സ്കോർ റീഡ് ചെയ്യാൻ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഇഫ് ആണ്. ഇവിടെ കണ്ടീഷൻ എന്താ? ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 18. സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. കാരണം സ്കോർ 18നേക്കാളും മുകളിൽ തുല്യമാണെങ്കിൽ യു ഹാവ് പാസ്ഡ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 18 ആയ കാരണം ഒറ്റ വരി വർക്ക് ചെയ്താൽ മതി. അത് കാരണം CO ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യു ഹാവ് പാസ്ഡ് എന്നുള്ളത് കേളി ബ്രേസസ് ഒന്നും ഇല്ലാതെ ഇട്ടുണ്ട്. കണ്ടില്ലേ? കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാൻ എന്താ വെച്ചാൽ ഒറ്റ വരിയാണെങ്കിൽ പോലും അതിനും കേളി ബ്രേസസ് ഇടുക എന്നാണ് കേട്ടോ. അപ്പൊ ആ യൂണിറ്റ് ആയതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിച്ചു കൊടുക്കും. മാത്രമല്ല ഇൻഡന്റേഷൻ ഒക്കെ കൊടുത്തെഴുതിയ ഒന്നുകൂടി നല്ലതാണ്. താഴെ റിട്ടേൺ 0. അപ്പൊ ഈ പ്രോഗ്രാം 18നേക്കാളും മുകളിലോ തുല്യമാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് തരുള്ളൂ. എന്തെന്ന്? യു ഹാവ് പാസ്ഡ്. 18നേക്കാളും താഴെയുള്ള ഏതെങ്കിലും ഒരു മാർക്ക് കൊടുത്താൽ ഒരു ഔട്ട്പുട്ടും തരില്ല. മനസ്സിലായോ? ഔട്ട്പുട്ട് ഇതേ കണ്ടോളൂ. 18നേക്കാളും മുകളിലുള്ള ഒരു മാർക്ക് കൊടുത്ത ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. 18നേക്കാളും താഴെയുള്ള മാർക്ക് കൊടുക്കുമ്പോൾ എന്തുണ്ടാവുന്നത് കണ്ടില്ലേ? ഔട്ട്പുട്ട് ഒന്നുമില്ല. കണ്ടു? മനസ്സിലായോ? പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലായോ? അപ്പൊ ഇൻഡന്റേഷൻ കൊടുത്തത് കണ്ടില്ലേ? ഇൻഡന്റേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊടുത്താൽ കണ്ടാൽ മനസ്സിലാവും. ഇൻഡന്റേഷൻ ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന പോലെ നമുക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥ വരും കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഇൻഡന്റേഷൻ എങ്ങനെ കൊടുക്കും? അത് എളുപ്പട്ടോ. കുറെ സ്പേസ് ഒന്നും ഇട്ട് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ പുതിയ സെറ്റായിട്ട് ബ്ലോക്ക് ഇങ്ങനെ നീക്കി എഴുതണമെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ഏതില്? നമ്മുടെ കീബോർഡിൽ. ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ. മൊബൈലിൽ അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്താൽ ഇൻഡന്റേഷൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തള്ളി എഴുതി വന്നോളൂ. ഇൻഡന്റേഷൻ കൊടുത്താൽ റീഡബിലിറ്റി നന്നായി കൂടും. നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാലോ, വായിച്ച പെട്ടെന്ന് തന്നെ മനസ്സിലാവും. മാത്രമല്ല എറർ ഉണ്ടെങ്കിൽ ഡീബഗ് ചെയ്യാൻ ഏത് സ്റ്റെപ്പിലാണ് തെറ്റ്, കേളി ബ്രേസസിന്റെ പെയർ എവിടെയാണ് ഇടേണ്ടത്, അതൊക്കെ മനസ്സിലാക്കാൻ ഡീബഗിങ്ങിന് ഇത് എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളും ഇൻഡന്റേഷൻ കൊടുത്ത് എഴുതി ശീലിക്കും. നമുക്ക് ഈ സിമ്പിൾ ഇഫ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം കൂടി കാണാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പ്രോഗ്രാം നോക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യുന്നു. വാങ്ങുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അതോ ഡിജിറ്റ് ആണോ എന്ന് നോക്കാനുള്ള പ്രോഗ്രാമാണ്. ആൽഫബറ്റ് ആണെങ്കിൽ യു എൻറ്റേർഡ് ആൻ ആൽഫബറ്റ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ്. ഇനി ഡിജിറ്റ് ആണ് കൊടുത്തതെങ്കിൽ യു എൻറ്റേർഡ് എ ഡിജിറ്റ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ്. ഡിജിറ്റ് ആണെങ്കിൽ ഒരു മെസ്സേജും കൂടി ഉണ്ട്, ഇറ്റ് ഈസ് എ ഡെസിമൽ നമ്പർ എന്ന മെസ്സേജും കൂടി ഉണ്ട്. ഇപ്പൊ ഡിജിറ്റ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സാധാരണ നമ്മുടെ ആൽഫബറ്റ് ആണെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നോക്കുക, ഈ പ്രോഗ്രാം ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കാം. നോക്കുമ്പോൾ കാണാം 2 തവണ ഇഫ് യൂസ് ചെയ്തിട്ട്, അതും ഓരോ ടെസ്റ്റ് എക്സ്പ്രഷനും കോമ്പൗണ്ട് ആണ്. എന്ത്? എക്കാളും വലുതോ തുല്യോ സെഡിനേക്കാളും ചെറുതോ തുല്യമാവണം, എന്നാലാണ് എയുടെയും സെഡിന്റെ ഇടയിലാന്ന് പറയാൻ പറ്റൂ, ആൽഫബറ്റാന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ക്യാരക്ടർ റീഡ് ചെയ്യണം. എന്തില്? എൻ്റർ എ ക്യാരക്ടർ എന്ന് പറഞ്ഞ് സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ CH റീഡ് ചെയ്യണം. CH എന്ത് ടൈപ്പാ? ക്യാരക്ടർ ടൈപ്പാണ്, മറക്കരുത് കേട്ടോ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ മറക്കരുത്. CH ക്യാരക്ടർ ടൈപ്പാണ്. എന്നിട്ട് ആ ഇഫ് കണ്ടീഷന്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കുക. CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് സിംഗിൾ കോട്ടിലെ ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽസ് സിംഗിൾ കോട്ടില് Z. കണ്ടില്ലേ? അപ്പോൾ എയേക്കാളും വലുതോ തുല്യമോ സെഡിനേക്കാളും ചെറുതോ തുല്യമോ, അതായത് എയുടെയും സെഡിന്റെ ഇടയിലാണെങ്കിൽ രണ്ടും ഉൾപ്പെടെ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്തെങ്കിൽ ഉടനെ ആ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അത് കാരണം നമ്മളവിടെ കേളി ബ്രേസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഏത് വർക്ക് ചെയ്യും? COTU എൻറ്റേർഡ് എ ക്യാരക്ടർ ആൽഫബറ്റ്, ആ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞു. നിങ്ങൾ എൻ്റർ ചെയ്തത് ആൽഫബറ്റ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ആ ഭാഗം കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. എന്ന് വെച്ചാൽ രണ്ടാമത് നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഇഫ് അതെന്തായാലും വർക്ക് ചെയ്യും. ആദ്യത്തെ ആൽഫബറ്റ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഈ ഇഫ് കണ്ടീഷൻ എന്തായാലും ചെക്ക് ചെയ്യുന്നു. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെയും ചെക്ക് ചെയ്തു. എന്ത്? കൊടുത്തേക്കുന്ന ക്യാരക്ടർ
0-നേക്കാളും വലുതല്ലെങ്കിൽ തുല്യവും 9-നേക്കാളും ചെറുതല്ലെങ്കിൽ തുല്യമാണോ നോക്കി. അതായത് 0 to 9 ഉള്ളിൽ പെടുന്നതാണോ നോക്കി. ബോത്ത് ഇൻക്ലൂഡിങ് ആണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യണം. അപ്പൊ കേളി ബ്രേസ് ഇവിടെ നിർബന്ധമാണ്. ഇത് രണ്ടിനെയും കൂടി ഒരു ഗ്രൂപ്പ് ആക്കണം. ഈ കാണുന്ന പോലെ അങ്ങനെ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ അനുസരിച്ച് ഈ 2 സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യും. മനസ്സിലായോ? നമ്മൾ കൊടുത്ത കണ്ടീഷൻ അനുസരിച്ച് 2 സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്ത ഡിജിറ്റ് ആണോ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യും. രണ്ടും പ്രിന്റ് ചെയ്യും. എന്തെന്നൊക്കെ പ്രിന്റ് ചെയ്യും? യു എൻറ്റേർഡ് എ ഡിജിറ്റ്, മാത്രമല്ല ഇറ്റ് ഈസ് എ ഡെസിമൽ നമ്പർ എന്ന 2 സി ഔട്ട് സ്റ്റേറ്റ്മെന്റുകളും വർക്ക് ചെയ്യും. ഇഫിന്റെ ബ്ലോക്ക് എങ്ങനെ യൂസ് ചെയ്യാന്ന് മനസ്സിലായോ? ഇതിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഇതിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൊടുത്ത് നോക്കൂ, ഇതേപോലെ ഔട്ട്പുട്ട് കിട്ടും. എന്തെന്ന്? യു എൻറ്റേർഡ് എ ക്യാരക്ടർ. ഡിജിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആവില്ല. കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആയിരിക്കും, അത് വർക്ക് ചെയ്യില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിജിറ്റ് കൊടുത്ത് നോക്കൂ, അപ്പൊ ആദ്യത്തെ ഇഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും, ടെസ്റ്റ് എക്സ്പ്രഷൻ. അത് കാരണം പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷനെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് കിട്ടും? യു എൻറ്റേർഡ് എ ഡിജിറ്റ്, ഇറ്റ് ഈസ് എ ഡെസിമൽ നമ്പർ എന്നുള്ള ആ 2 മെസ്സേജ് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക. നിങ്ങളിവിടെ ഈ ക്യാരക്ടറോ ഡിജിറ്റോ അല്ലാത്ത ഒരു സംഖ്യ കൊടുത്തു എന്ന് വിചാരിക്കും. ഇൻപുട്ടായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ കൊടുത്തു എന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? ആദ്യത്തെ ഇഫ് ചെക്ക് ചെയ്യും, ശരിയാണോ? അല്ല. അപ്പൊ അത് വർക്ക് ചെയ്യൂ? ഇല്ല. രണ്ടാമത്തെ ഇഫ് ചെക്ക് ചെയ്യും, അപ്പോഴും സിമ്പിളാണ്, ഈ പറഞ്ഞ ആസ്കി കോഡിന്റെ റേഞ്ചിലല്ല, അതും വർക്ക് ചെയ്യില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് ക്യാരക്ടറോ ഡിജിറ്റോ അല്ലാത്ത ഏത് വാല്യൂ കൊടുത്താലും ഒരു ഔട്ട്പുട്ടും ഉണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായോ? സിമ്പിൾ ഇഫിന്റെ യൂസ് ആണ് ഇപ്പൊ കണ്ടത്. സിമ്പിൾ ഇഫ് 2 സെറ്റ് യൂസ് ചെയ്തു, കണ്ടില്ലേ? അപ്പൊ സിമ്പിൾ ഇഫ് ഇപ്പൊ 2 പ്രോഗ്രാം കണ്ടു, ഏതാണ്ട് അതിനെ കുറിച്ചൊരു ധാരണ കിട്ടി. ഇതിൽ നമ്മൾ ആദ്യം കണ്ട പ്രോഗ്രാം, അതായത് മാർക്ക് സ്കോർ 18-നേക്കാളും മുകളിൽ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്ത പ്രോഗ്രാം, അവിടെ ചെറിയൊരു കുഴപ്പം നിങ്ങൾക്ക് അപ്പം തന്നെ തോന്നിയിട്ടുണ്ടാവും. എന്താ? പാസ്സായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് കിട്ടും. എന്തെന്ന്? യു പാസ്ഡ് എന്നുള്ള രീതിയിൽ മെസ്സേജ് കിട്ടും. തോറ്റാലോ? ഒരു മെസ്സേജും ഉണ്ടാവില്ല. അതെന്താ കാരണം? സിമ്പിൾ ഇഫിന് കണ്ടീഷൻ ശരിയാണെങ്കിൽ അത് വർക്ക് ചെയ്യണം എന്ന് പറയാൻ അറിയും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ അറിയില്ല. അതാണ് സിമ്പിൾ ഇഫിന്റെ ചെറിയൊരു കുഴപ്പം. കുഴപ്പമൊന്നുമല്ല, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല, അത് അതിൻ്റെ ഒരു ഗുണം തന്നെയാണ്. പക്ഷേ ഈ ഇഫിന്റെ കൂടെ എൽസും കൂടി ഉപയോഗിക്കാൻ പറ്റിയാൽ അപ്പൊ കണ്ടീഷൻ തെറ്റാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട ഭാഗവും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഇനി കാണാൻ പോകുന്നത്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? സിമ്പിൾ ഇഫിന്റെ പോലെ തന്നെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും. കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു ബ്ലോക്കും കൂടി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാണുന്ന ജനറൽ ഫോം അനുസരിച്ച് നോക്കിയാൽ കാണാം. ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 സെലക്ട് ചെയ്യും. എൽസ് എന്ന് എഴുതിയിട്ട് വേറൊരു ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്, അതപ്പോൾ വർക്ക് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 വർക്ക് ചെയ്യില്ല. പിന്നെ ഏതേ വർക്ക് ചെയ്യൂ? സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 മാത്രമേ വർക്ക് ചെയ്യൂ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 വർക്ക് ചെയ്യില്ല. ചുരുക്കം പറഞ്ഞാൽ കണ്ടീഷൻ അനുസരിച്ച് ഈ ബ്ലോക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ആവും. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? അപ്പൊ പാസ്സായെങ്കിൽ ഒരു ബ്ലോക്ക്, ഫെയിൽ ആയാൽ വേറെ ബ്ലോക്ക്. ഇതിൽ പറ്റും. അപ്പോ ഈ തരം ഇഫ് എൽസിന്റെ ഫ്ലോ ചാർട്ട് ഇങ്ങനെയായിരിക്കും. ഡിസിഷൻ ബേസ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക്, ഫോൾസ് ആണെങ്കിൽ വേറൊരു ബ്ലോക്ക്. ഈ പടത്തിൽ നോക്കിയാൽ കാണാലോ. അപ്പോ നമ്മുടെ നേരത്തെ പ്രോഗ്രാം ഏത്? പാസ്സായാൽ പാസ്ഡ് എന്നും തോറ്റാൽ ഫെയിൽഡ് എന്നും കിട്ടാവുന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രോബ്ലം അതിങ്ങനെയോ. ഇപ്പൊ ഇതിൽ നോക്കിയാൽ കാണാം, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 18 ആണെങ്കിൽ പാസ്ഡ് എന്നുള്ള മെസ്സേജ്, എൽസ് ഫെയിൽഡ് എന്നുള്ള മെസ്സേജ്. അപ്പൊ പാസ്ഡും ഫെയിൽഡും കൂടി ഒരുമിച്ച് വരും? ഇല്ല. 18 അതിന് മുകളിലോ കൊടുത്താൽ പാസ്ഡ് എന്നുള്ള മെസ്സേജ് കിട്ടും, അല്ലെങ്കിൽ എൽസ് എന്നാണ് പറഞ്ഞേക്കണം. പിന്നെ എന്തായാലും ശരി ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് കിട്ടും. കേട്ടോ, നിങ്ങൾക്കൊരു വർക്ക്, നിങ്ങളിവിടെ സംഖ്യ അല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു നോക്ക്, ABCD ഡോളർ എന്തെങ്കിലുമൊക്കെ കൊടുത്തു നോക്കുക, എന്തുണ്ടാവും നോക്കാലോ. അത് നിങ്ങൾക്കുള്ള വർക്ക്. ഇനി നമുക്ക് 2 സംഖ്യകളിലെ വലുത് ഏത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം, അതും നമുക്ക് ഈ ഇഫ് എൽസ് വെച്ച് ചെയ്യാം. അത് വേറൊരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക, കിട്ടിയില്ലേ ആ വീഡിയോയിൽ ചെന്ന് നോക്കാം.
അപ്പോൾ ഇങ്ങനെ ചോദ്യം വരും, രണ്ട് സംഖ്യകളിലെ വലുത് ഏതെന്ന് പ്രിന്റ് ചെയ്യും ചോദ്യം വരും. അതിന് പകരം രണ്ടാളുകളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ ഹൈറ്റ് ഉള്ളത് ആരുടെയാണ് ആ ഹൈറ്റ് പ്രിന്റ് ചെയ്യുക, അല്ലാണ്ട് ആളുടെ പേരൊന്നല്ല, കൂടുതൽ ഹൈറ്റ് എത്രയാണോ അത് പ്രിന്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ചോദ്യം വരും. ഇതാണ് സംഭവം. ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഹോംവർക്ക്. ആൻസർ ഈ കാണുന്ന വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നോക്കാം കേട്ടോ. ഇതുകൂടാതെ അടുത്തൊരു പ്രോബ്ലം കൂടി ഇഫ് എൽസ് വെച്ചിട്ട്, അതും ഹോംവർക്കാണ്. ആൻസർ നേരത്തെ കാണിച്ച അതേ വീഡിയോയിലുണ്ട് കേട്ടോ. രണ്ടിൻ്റെയും കൂടിയിട്ട് ഈ കാണുന്ന ആ വീഡിയോയിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൽഗോരിതം പഠിച്ചപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ? റിമൈൻഡർ കണ്ടുപിടിക്കാൻ. സെയിം പ്രോബ്ലത്തിനെ പ്രോഗ്രാം ആക്കുക. എങ്ങനെ? നമ്മൾ കൊടുത്ത അൽഗോരിതം വെച്ചിട്ട് ഓഡാണോ ഈവൻ ആണോ എന്ന് പറയാം കേട്ടോ. കൊടുത്തേക്കുന്ന പ്രോബ്ലം നമ്പർ, കൊടുത്തിരിക്കുന്ന നമ്പർ, നമ്മൾ ഇൻപുട്ടായി വാങ്ങിയിരിക്കുന്ന നമ്പർ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം ഇഫ് എൽസ് വെച്ചിട്ട് എഴുതും. ഹോംവർക്കാണ്. ആൻസർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. ഈ കാണുന്ന മുകളിൽ നേരത്തെ കാണിച്ച ആ വീഡിയോയിലും ആ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആൻസർ കാണാം. ഈ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കോമേഴ്സുകാർക്ക് ലാബ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോഗ്രാമാണ് സിമ്പിൾ ഇഫ് എൽസ് കേട്ടല്ലോ. അപ്പോൾ അത് സംഭവം ഇഫും എൽസും സിമ്പിളാണ്, പക്ഷെ അതിൽ നിന്ന് പ്രോഗ്രാമിന് കുറെ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും എന്നിപ്പോൾ മനസ്സിലാക്കാം. ഹോംവർക്കിന്റെ ഭാഗമായിട്ട് 3 പ്രോബ്ലം കൂടി ചെയ്യാം. ഏതാണെന്നറിയോ? നമ്മുടെ ഇഫ് എൽസിന്റെ സെക്ഷൻ കഴിയുമ്പോൾ അവിടെ ലെറ്റസ് ഡൂയിൽ ഒരു 3 പ്രോബ്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഹോംവർക്കായി നിങ്ങൾ ചെയ്യാം കേട്ടല്ലോ. ഇപ്പൊ സിമ്പിൾ ഇഫും കണ്ടു, ഇഫ് എൽസും കണ്ടു. അടുത്ത സെഷനാണ് നെസ്റ്റഡ് ഇഫ്. ഇന്ന് ഇഫ് എൽസ് മുഴുവൻ തീർക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ വീഡിയോയുടെ ലെങ്ത് കൂടുതലായ കാരണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ. ബൈ.